സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയത്തിൽ 4-ാമത്തെ ദശകത്തിൽ 11-12 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഗ്നിവാസരവളക്ഷപക്ഷകൈരുത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാനെ സമാധി വിജയം നേടിയ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു യോഗി പരമപദത്തിൽ എത്തിച്ചേരണ ആ അവസ്ഥയൊക്കെ വിവരിക്കേണ്ടായി. അങ്ങനെ ആ പരമപദത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതായ അവസ്ഥയിൽ ചില ഭക്തന്മാർ ഈ ബ്രഹ്മലോകാദി സുഖങ്ങളിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ മറുവശത്ത് ഈ ബ്രഹ്മ ലോക ആദി സുഖങ്ങളെ ഒന്നും കാക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത, മോഹിക്കാത്ത യോഗിയും ഭക്തനും അവരുടെ അവസ്ഥയൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിസ്തരിച്ചത്, നമ്മൾ സ്മരിച്ചത്. അപ്പം അങ്ങനെ സമാധി വിജയം നേടിയ ഭക്തൻ, ഒരു യോഗി, ഭഗവാന്റെ പരമപദത്തെ പ്രാപിച്ചതിന് ശേഷം അങ്ങനെ ഉപാസിച്ച ആ യോഗി അഗ്നി, പകൽ സമയം, ശുക്ലപക്ഷം ഇവയെ അനുഷ്ഠാനം ചെയ്യുന്ന ദേവതകളാൽ സേവിച്ച് അവർ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു. ഉത്തരായണ കാല അധിഷ്ഠിതങ്ങളാണ് ഈ ദേവതകൾ എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ദേവതകളുടെ ആ ഒരു സ്വാധീനം കൊണ്ട് ഒരു ഭക്തൻ, ഒരു യോഗി അവിടുത്തെ സേവിച്ച് ധ്രുവപദത്തിൽ എത്തിച്ചേരണു എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അപ്പം അങ്ങനെ ആ ധ്രുവപദത്തിൽ ഒരു ഭക്തൻ, യോഗി ഭഗവത് കൃപ കൊണ്ട് എത്തിച്ചേരണു എന്നിങ്ങനെ ഈ ശ്ലോകത്തിൽ കൂടി സൂചിപ്പിച്ചു. ഇനി അങ്ങനെ ധ്രുവപദത്തിൽ എത്തിച്ചേർന്ന ഒരു ഭക്തൻ്റെ, ഒരു യോഗിയുടെ അവസ്ഥ എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ആസ്ഥിതോധ മഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേധസ പദമദപുരൈവ വാ. അങ്ങനെ ആ ഭക്തൻ, യോഗി അവിടുത്തെ ഉപാസിച്ച് ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഈ ധ്രുവപദത്തിൽ എത്തിച്ചേർന്ന ഭക്തൻ്റെ, യോഗിയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ആ ധ്രുവപദത്തിൽ എത്തിച്ചേർന്ന ഒരു യോഗി ഭക്തൻ അനന്തൻ്റെ മുഖങ്ങളിൽ നിന്ന് നിർഗമിക്കുന്ന ആ വിഷവായുവിൻ്റെ ചൂടേറ്റുകൊണ്ട് പീഡിതനാകണം. എന്നിട്ടോ ആ സമയത്ത് ഈ യോഗി അല്ലെങ്കിൽ ഭക്തൻ വീണ്ടും ബ്രഹ്മലോകത്തെ തന്നെ പ്രാപിക്കണോ ഗുരുവായൂരപ്പ? ഒരുപക്ഷെ ഇങ്ങനെ ഈ ധ്രുവപദത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അനന്തൻ്റെ മുഖങ്ങളിൽ നിന്ന് നിർഗമിക്കുന്ന വിഷവായുവിൻ്റെ ചൂടേറ്റ് പീഡിത ആകുമ്പോഴാണ് ബ്രഹ്മലോകത്തെ പ്രാപിക്കണത് എന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അതിന് മുൻപേ തന്നെ ഈ യോഗി ഭക്തൻ അവിടുത്തെ ആ പരമപദത്തെ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തെ പ്രാപിക്കണു ഗുരുവായൂരപ്പ എന്ന് ഈ
ധ്രുവപദത്തിൽ എത്തിച്ചേർന്ന ആ ഭക്തൻ്റെ അല്ലെങ്കിൽ യോഗിയുടെ അവസ്ഥ എന്താണ് എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. പിന്നീട് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് വീണ്ടും പറയാണ്, ഇങ്ങനെയുള്ള ഭക്തൻ യോഗി പിന്നീട് ബ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷത്തെ പ്രാപിക്കണു. അതേപോലെ തന്നെ ഭൂമി, ജലം, തേജസ് തുടങ്ങിയ 7 ആവരണങ്ങളെയും ആവേശിപ്പിച്ച് വീണ്ടും പരമപദത്തെ പ്രാപിക്കണു എന്നൊക്കെ ആ ഭക്തൻ്റെ യോഗിയുടെ അവസ്ഥ വർണ്ണിച്ചിട്ട് ഗുരുവായൂരപ്പനോട് ആ യോഗീശ്വരന്മാരെ, ഭക്തന്മാരെ അനുഗ്രഹിച്ച പോലെ അടിയനെയും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ദശകം ഉപസംഹരിക്കുകയാണ്. ആ ഭാഗങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം നമുക്ക് സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.